മധുമാഷ, ഈ 5 മാക്കാഞ്ചി മോറമാരിയാ മളുവിന്റെ ബെഗിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഈ 2 കണ്ണുകൊണ്ടോ എന്റെ 2 കണ്ണുകൊണ്ടോ കണ്ടു മധുമാഷ, കണ്ടു. ഇവർ പ്ലാൻ ചെയ്തു മളുവിന്റെ ബെഗിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്നത്. ഇവർ പ്ലാൻ ചെയ്തു. മധുമാഷ എനിക്ക് തോന്നി മധുമാഷ, ഞങ്ങൾ ഈ വിവരം എവിടെയും വന്ന് പറയാനായിട്ടോ, അതായത് സാക്ഷി പറയാനായിട്ടോ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. മധുമാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോ ഓഫീസ് റൂമിലും അതുപോലെ തന്നെ ഏത് സ്ഥലത്തും ഞങ്ങള് വന്ന് പറയാൻ തയ്യാറാണ്. മധുമാഷ പറഞ്ഞാൽ മതി. എന്തൊക്കെ ഇവിടെ നടക്കണേ? അയ്യോ, ഇല്ലാത്ത കാര്യം പറഞ്ഞിടാക്കലുണ്ട്. ശരിയാക്കിട്ടും ഞങ്ങൾ എപ്പോഴാണ് പ്ലാൻ ചെയ്ത് അവളുടെ വീട്ടിൽ പൈസ കിട്ടുന്നത്? നോണ പറഞ്ഞത് എന്താ ഗുണ്ടായിസ ഷിബ കൂടുതൽ ഗുണ്ടായിസ് ഇവിടെ കാണിക്കണ്ട. ഇത് മധുവിന്റെ ക്ലാസ്. കൂടുതൽ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാലേ ഓക്കെടുത്ത് ഞാൻ പുറത്തിട്ടും മനസ്സിലാക്കിക്കോ. എന്റെ കയ്യിന്ന് ഓങ്ങിട്ടാണ്ട് സൂക്ഷിച്ചാ മതി. സാറേ, 3-5 പേര് സാക്ഷി പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ സമ്മതിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ആരെ പേരുന്ന പൈസ കട്ടിട്ടില്ല. ഇല്ലാത്ത കാര്യം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ആരും വിചാരിക്കണ്ട. ഈ 3 പേര് ഈ മാളും പാക്കറിനായിട്ട് കൂട്ടാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവര് 3 പേര് മാളൂന് സപ്പോർട്ട് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ സാക്ഷി പറച്ചില് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ആരും പേരുന്ന പൈസ കട്ടിട്ടില്ല. അത് മനസ്സിലാക്കിയ കൊള്ളാം. ഞങ്ങൾ പാവങ്ങളല്ലേ, എന്തിനാ സാറേ ഞങ്ങളെ കൊടുക്കണേ? നീയൊക്കെ പാവണോ പാവയാണോ എന്നൊക്കെ തീരുമാനിക്കണമെന്ന് ഞാനാ. മനസ്സിലായ? നിന്നെയൊക്കെ സ്കൂളിൽ നിന്ന് പുറത്താക്കാണ്ട് ഈ മധുവിന് വിശ്രമില്ല. 10,000 രൂപ എടുക്കട പുറത്തേക്ക്. കട്ട പൈസ എടുക്കട. നിന്റെ ചേട്ടനൊക്കെ തട്ടി ഞങ്ങളെ ആശുപത്രിയിലാക്കി. നിന്റെ ചേട്ടൻ ഇപ്പോ ആശുപത്രിയിലാണ്. അത് നീ മനസ്സിലാക്കിയതാണ് പെരുമാറുന്നത്. നിന്റെ ചേട്ടനും അമ്മയും ഇപ്പോൾ ആശുപത്രിയിലാണ്. നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി പറയാം. അതായത് നിന്നെ രക്ഷിക്കാനായിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും ഇനി തിരിഞ്ഞു വരില്ല എന്നർത്ഥം. അതായത് നീ പെട്ടോ. എടാ അഭിജയ് പൊട്ടക്കല, നീ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. നിനക്ക് ഓർമ്മയില്ലേ, നിന്നെ 1ാം ക്ലാസ്സിൽ ഞങ്ങൾ ചവിച്ചു കൂട്ടിട്ടു. അപ്പോൾ നിന്റെ ചേട്ടൻ, അതായത് നിന്റെ പേരത്തെ അണ്ടു ചേട്ടൻ വന്ന് ഇടയിൽ കയറി നിന്നെ രക്ഷപ്പെടുത്തി. എന്നിട്ട് ഞങ്ങളെ അപമാനിച്ചു. മനസ്സിലായോടാ? ആ അപമാനത്തിന് ഞങ്ങൾ അവന് ശിക്ഷ കൊടുത്തു. അവന്റെ തലമണ്ട ഞാൻ കല്ലെടുത്ത് പൊട്ടിച്ചു. ചോറാങ്ങനെ കുടുകുടാണ് ഒഴിച്ചു വന്നു. എന്നിട്ട് നിന്റെ തള്ള, അതായത് നിന്റെ അമ്മച്ചി, ഇവിടുത്തെ ടീച്ചർ ടീച്ചർ അവനെ കൊണ്ട് ആശുപത്രിയിൽ പോയി. നിന്നെ രക്ഷിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും വരില്ല. അന്ന് നിന്നെ ചവിച്ചു കൂട്ടിയപ്പോൾ ഏട്ടാ പൽസരെ മതിയാക്ക്. തലയിരിക്കുമ്പോൾ വാടാറണ്ട. ഞാൻ പറയും, അത് കേട്ടാ മതി. ഞാൻ പറയട്ടെ ഇവനോട്. ഏട്ടാ അഭിജയ്, നിനക്ക് ഓർമ്മയില്ലേടാ, ഞങ്ങൾ നിന്റെ മുട്ടക്കായ ചവിട്ടി പൊട്ടിച്ചപ്പോൾ നിന്റെ ചേച്ചൻ അഭിജയ് ഇടയ്ക്ക് വന്ന് നിന്നെ രക്ഷപ്പെടുത്തിയിട്ട് എന്നിട്ട് ഞങ്ങളെ അവൻ ശരിയാക്കുന്ന രീതിയിൽ പെരുമാറി. അതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. ഈ പ്ലാനുകളെല്ലാം നിന്റെ ചേച്ചനുള്ള പണിയും നിനക്കുമുള്ള പണിയുമാണ്. നിന്നെ ഈ സ്കൂളിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും. അത് മനസ്സിലാക്കിക്കോടാ പൊട്ടക്കള. എന്തിനോട് പെറുപിറങ്ങണേ? കൂടുതൽ ഇവിടുന്ന് വർത്താനം പറഞ്ഞ ഓക്കെ ഞാൻ എടുത്തു. ഇതിന്റെ കൂടെ കൂടുതൽ കേസും കൂടി എടുത്തിടും. മനസ്സിലായ? ഇവിടെ ബാക്കിയുള്ളവൻ വരുന്ന വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവന്റെ ഒക്കെ ഒരു മോനെ അഭിജയെ, നിന്റെ അമ്മ ടീച്ചറാണെന്നുള്ള പരിഗണനൊന്നും ഇനി ഉണ്ടാവില്ല. നീ ഇതോടുകൂടി തീർന്നു. നിന്റെ അമ്മ ഇവിടെ ഉള്ളതിന്റെ പേരിലാണോ നീ ഇത്ര അഹങ്കാരത്തിൽ വർത്താനം പറഞ്ഞവിടെ? ഞാൻ തീരുമാനിക്കും. ഇതും മധുമാഷാടാ, മധുമാഷ്. മനസ്സിലാവാത്തവർക്ക് ഞാൻ മനസ്സിലാക്കി തരാം. തൽക്കാലം ഈ മാളുവിന്റെ ബാഗിലെടുത്ത പൈസ 10,000 രൂപ എടുക്കാൻ. എന്റെ പൊന്നു സാറേ, ഇല്ലാത്ത കാശ് ഞങ്ങൾ എവിടെ നിന്ന് എടുക്കാനാ? ഞങ്ങൾ പൈസ കട്ടിട്ടില്ലെന്ന് ഇവരൊക്കെ കൂടി പറഞ്ഞ ഞങ്ങളാണ് ടീച്ചറെ. അങ്ങനെയാണ് ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ 5 പേര് പറയാണ് സാറ് ഈ പൈസ അടിച്ചു നോക്കിന്ന്. അപ്പൊ സാറാണ് അടിച്ചു നോക്കിയാ. ഞങ്ങൾ 5 പേര് സാക്ഷി പറഞ്ഞിട്ട് സാറാണ് അടിച്ചു നോക്കിയാ. എന്താ സാറേ, ഞങ്ങളല്ലേ സാറ് അടിച്ചു നോക്കിയാ? ആ സാറേ, ഇപ്പൊ ശിവ പറഞ്ഞു പോയെങ്കിലേ ഞങ്ങൾ 4-5 പേരുണ്ട്. ഞങ്ങൾ 4-5 പേരും സാറാണ് പൈസ അടിച്ചു മാറ്റി പറഞ്ഞ സാറാണ് പറ്റേക്ക് പറ്റാ പൈസ അടിച്ചു മാറ്റിയേ. അല്ലല്ലോ, എല്ലാവരും കൂടി സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കുറ്റക്കാരാക്കാൻ പറ്റാ? അങ്ങനെയല്ലേ സാറേ? ഇതൊക്കെ തെളിവാണോ? എന്താ സാറേ? പൊന്നു മക്കളെ, എനിക്കിട്ടുണ്ടാക്കല്ലേ. എനിക്കിട്ടുണ്ടാക്കി കഴിഞ്ഞാലേ ഒന്നിനെ ഞാൻ വെറുതെ വിടുന്ന് വിചാരിക്കണ്ട. കൂടുതലുണ്ടാക്കി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇതിപ്പോ നിങ്ങൾ സ്കൂളിൽ നിന്ന് പുറത്താവുള്ളൂ. കൂടുതൽ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാലേ ജയിലിലായിരിക്കും പോയി കിടക്കുക. ജയിലിൽ പോലീസിനെ വിളിച്ച് വരട്ടെ ഞാൻ. മനസ്സിലാക്കിക്കോ. ഒരു കാര്യം ചെയ്യ്, ഈ നിൽക്കണ എല്ലാവരും ബേഗ് തപ്പണം. മാളു, ഈ ഷിബുവിന്റെയും ഈ ബാക്കി പിള്ളേരും ബേഗ് എടുത്തോളന്നേ. ഇവരത്തെ ബേഗ് തപ്പട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനാക്കാം. അല്ല പിന്നെ ഈ ബേഗിനൊന്ന് കിട്ടോ നോക്കട്ടെ. ഇനി ബേഗിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും നിന്നെ ഞാൻ പെടുത്തും. നോക്കിക്കോ.
മേള് നമ്മുടെ പ്ലാനില് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അവന്മാരെ ബാഗ് തപ്പാൻ മധുമാഷ ഓർഡർ ഇട്ടു. നമ്മൾ അവരുടെ ബാഗില് പൈസ വെച്ച കാര്യം അമണ്ടമാർക്ക് അറിയില്ലല്ലോ. അമണ്ടമാർ പെട്ടു. മാളു അവന്മാരെ വേഗം എടുക്ക് ഇന്നത്തെ കൂടി തീരുമാനം.